Buongiorno e benvenuti a tutti. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തെർമസിഫോണിനെ കുറിച്ചാണ് പഠിച്ചത്. അതിന് മുന്നേ എടുത്ത ക്ലാസ്സിൽ റിഫ്ലെക്സീവ് പ്രൊനൗൺസ് എങ്ങനെയാണ് പ്രസൻറ്റ് ടെൻസിൽ ഉപയോഗിക്കുന്നതെന്ന് പഠിച്ചു. ഇന്ന് നമുക്ക് റിഫ്ലെക്സീവ് പ്രൊനൗൺസ് പാസ്റ്റ് ടെൻസിൽ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് പഠിക്കാം. അതായത് നമ്മൾ ഡെയിലി ലൈഫിൽ പാസ്റ്റ് ടെൻസിൽ ഇത്തരത്തിലുള്ള റിഫ്ലെക്സീവ് പ്രൊനൗൺസിലുള്ള സെൻറ്റൻസുകൾ ഒത്തിരി ഉപയോഗിക്കുന്നുണ്ട്. ആദ്യം തന്നെ 1-2 റൂൾസ് പറയാം. ആദ്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് റിഫ്ലെക്സീവ് പ്രൊനൗൺസ് സബ്ജക്റ്റുമായിട്ട് മാച്ച് ആയിരിക്കണം. അപ്പോൾ സബ്ജക്റ്റ് നമുക്കറിയാം, ഇയോ, തൂ, ലൂയ്, ഒലേയ്, നോയ്, വോയ്, ലോറോ, ഇതാണ് സബ്ജക്റ്റുകൾ. ഈ സബ്ജക്റ്റുമായിട്ട് റിഫ്ലെക്സീവ് പ്രൊനൗൺസ് എന്താണ് മാച്ച് ആകണം. അതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്നാമത്തെ റൂള്. നെക്സ്റ്റ് വൺ, ഔസിലിയറി വെർബ് ടു ബി ഫോമിലായിരിക്കണം. അതായത് എസ്സറെ, സോനോ, സെയ്, എ, സ്യാമോ, സിയത്തെ, സോനോ, ഇങ്ങനെയൊക്കെ പറയൂലേ, അത് ഔസിലിയറി വെർബ് എപ്പോഴും എന്തിലായിരിക്കണം? ടു ബി ഫോമിലായിരിക്കണം, എസ്സറയിലായിരിക്കണം. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഔസിലിയറി വെർബ് പാസ്റ്റ് ടെൻസിൽ ഉപയോഗിക്കുമ്പോൾ. വെർബ് എപ്പോഴും പാസ്റ്റ് പാർട്ടിസിപ്പിളിലായിരിക്കണം. അതായത് V3 ഫോമാണ് ഉപയോഗിക്കേണ്ടത് വെർബിൻ്റെ. നമുക്കറിയാം വെർബിൻ്റെ ഫോംസ് V1, V2, V3 എന്നൊക്കെ ഇല്ലേ. അപ്പോൾ V3 ഫോംസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയിരിക്കണം, വെർബിൻ്റെ ആ ഫോം ആയിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത്. കുറച്ച് എക്സാമ്പിൾസ് പറയാം. ഫസ്റ്റ് വൺ, മീ സോനോ ലവാത്തോ. മീ സോനോ ലവാത്തോ. മീ എന്നത് എന്താണ്? റിഫ്ലെക്സീവ് പ്രൊനൗൺ ആണ്. സോനോ എന്നത് ഔസിലിയറി വെർബാണ്. ലവാത്തോ, ലവാരെ എന്ന വെർബിൽ നിന്നാണ് ലവാത്തോ എന്ന് വേർഡ് വരുന്നത്. അത് വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ്. എന്ത്? മീസോനോ ലവാത്തോ. അതായത് അതിൻ്റെ അർത്ഥം ഐ വാഷ്ഡ് മൈസെൽഫ് എന്നാണ് അർത്ഥം വരുന്നത്. മീസോനോ ലവാത്തോ, ഐ വാഷ്ഡ് പാർട്സ് ഓഫ് ദ ബോഡി, എവിടെയെങ്കിലുമൊക്കെ കഴുകി എന്നൊക്കെ പറയാനായിട്ട് മീസോനോ ലവാത്തോ എന്ന് പറയും. സെക്കൻഡ് വൺ, മീസോനോ പ്രിപ്പറാത്തോ പെർ ലെസ്സാമേ. മീ സോനോ പ്രിപ്പറാത്തോ പെർ ലെസ്സാമേ. ഇവിടെ മീ എന്നത് നേരത്തെ കണ്ടതുപോലെ തന്നെ റിഫ്ലെക്സീവ് പ്രൊനൗൺ ആണ്. സോനോ എന്നത് എന്താണ്? നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, നേരത്തെ പറഞ്ഞതാണ്, ഔസിലിയറി വെർബാണ് ഇയോ സോനോ എന്നുള്ളത്. അപ്പോൾ സോനോ എന്നത് എന്താണ്? ഔസിലിയറി വെർബാണ്. പ്രിപ്പറാത്തോ എന്നത് പറഞ്ഞാൽ വെർബിൻ്റെ V3 ഫോമാണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ് പ്രിപ്പറാത്തോ. പെർ ലെസ്സാമേ എന്നത് ഒരു പ്രിപ്പോസിഷണൽ ഫ്രേസ് ആണെന്ന് പറയും. പ്രിപ്പോസിഷണൽ ഫ്രേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ബിഗിൻസ് വിത്ത് എ പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രിപ്പോസിഷൻ, പെർ എന്നത് ഒരു പ്രിപ്പോസിഷനാണ്. അപ്പോൾ പെർ എന്ന പ്രിപ്പോസിഷനോട് കൂടി ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് തുടങ്ങുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രിപ്പോസിഷണൽ ഫ്രേസ് എന്ന് പറയുന്നത്. ഒരു പ്രിപ്പോസിഷൻ ആദ്യം വരുന്നു, അതിനുശേഷം ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് പറയുന്നു. അപ്പോൾ പെർ ലെസ്സാമേ എന്നത് എന്താണ്? പ്രിപ്പോസിഷണൽ ഫ്രേസ് ആണ്. ഓക്കെ, ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഒരിക്കൽ കൂടി പറയാം. മിസോനോ പ്രിപ്പറാത്തോ പെർ ലെസ്സാമേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം വരുന്നത് ഐ പ്രിപ്പയർഡ് മൈസെൽഫ് ഫോർ ദ എക്സാം. അതായത് എക്സാമിനായിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്തു എന്നർത്ഥമാണ്. തേർഡ് വൺ, സി എ വെസ്റ്റീറ്റോ ഓ വെസ്റ്റീറ്റ ഇൻഫ്രേത്ത. സി എ വെസ്റ്റീറ്റോ ഇൻഫ്രേത്ത എന്നും പറയാം. സി എ വെസ്റ്റീറ്റ ഇൻഫ്രേത്ത എന്ന് പറയും. വെസ്റ്റീറ്റോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ മെയിലായിരിക്കും, വെസ്റ്റീത്ത എന്ന് പറയുകയാണെങ്കിൽ ഫീമെയിലായിരിക്കും. സി എ വെസ്റ്റീറ്റോ, സി എ വെസ്റ്റീത്ത, ഇങ്ങനെ പറയാം, ഇൻഫ്രേത്ത. അപ്പോൾ സി എന്നത് നേരത്തെ നമ്മൾ കണ്ടതുപോലെ തന്നെ എന്താണ്? റിഫ്ലെക്സീവ് പ്രൊനൗൺ ആണ്. എ എന്നത് എന്താണ്? ഔസിലിയറി വെർബാണ്. സി എ വെസ്റ്റീറ്റോ, വെസ്റ്റീരെ എന്ന വെർബിൽ നിന്നാണ് എന്ത് വരുന്നത്? വെസ്റ്റീറ്റോ എന്ന വേർഡ് വരുന്നത്. വെസ്റ്റീരെ എന്ന വെർബിൽ നിന്ന് അതെന്താണ്? ആ വെർബിൻ്റെ തേർഡ് ഫോമാണ്, അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിളാണ്. ഇൻഫ്രേത്ത എന്നത് നേരത്തെ നമ്മൾ കണ്ടു കഴിഞ്ഞ കാര്യമാണ്, അത് പ്രിപ്പോസിഷണൽ ഫ്രേസ് ആണത്. ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം ഹീ ഓർ ഷീ ഡ്രസ്ഡ് ക്വിക്കിലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ അല്ലെങ്കിൽ അവൾ വേഗത്തിൽ വസ്ത്രം ധരിച്ചു എന്ന് പറയാനാണ് ഈ സെൻറ്റൻസ് ഉപയോഗിക്കുന്നത്. സി എ വെസ്റ്റീറ്റോ ഇൻഫ്രേത്ത എന്ന് പറഞ്ഞാൽ അവൻ വേഗത്തിൽ വസ്ത്രം ധരിച്ചു. സി എ വെസ്റ്റീത്ത, അവൾ വേഗത്തിൽ വസ്ത്രം ധരിച്ചു. ഇങ്ങനെയാണ് ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം വരുന്നത്. ci siamo divertiti o divertite alla festa. ci siamo divertiti o divertite alla festa. ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം വി എൻജോയ്ഡ് അവർ സെൽസ് അറ്റ് ദ പാർട്ടി എന്നാണ്. അതായത് പാർട്ടിയിൽ ഞങ്ങൾ ഒത്തിരി എൻജോയ് ചെയ്തു എന്നർത്ഥമാണ് വരുന്നത്. ചിസ്യാമോ, ചി എന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്താണ്? റിഫ്ലെക്സീവ് പ്രൊനൗൺ ആണ്. ചി എന്നത്, സ്യാമോ എന്നത് എന്താണ്? ടു ബി ഫോം ആണ്, അതായത് വെർബോ എസ്സറയാണ്. ദിവർത്തീരെ എന്ന വെർബിൽ നിന്നാണ് ദിവർത്തീത്തോ എന്ന വേർഡ് വരുന്നത്. ദിവർത്തീരെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻജോയ് ചെയ്യുക. അപ്പോൾ ദിവർത്തീത്തോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാസ്റ്റ് പാർട്ടിസിപ്പിളാണ്. അല്ല ഫെസ്ത എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ടു ദ പാർട്ടി, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു പൊസിഷണൽ ഫ്രേസ് ആണെന്നുള്ള കാര്യം.
നെക്സ്റ്റ് വൺ വിസിയത്തെ റിലസാത്തി dopo il lavoro അല്ലെങ്കിൽ vi siete rilassate dopo il lavoro. ഇതിൻ്റെ അർത്ഥം യു ഓൾ റിലാക്സ്ഡ് ആഫ്റ്റർ വർക്ക്, വർക്കിന് ശേഷം നിങ്ങൾ റിലാക്സ് ചെയ്തു എന്നുള്ള അർത്ഥമാണ് വരുന്നത്. വി എന്നത് റിഫ്ലെക്സീവ് പ്രൊനൗൺ ആയിട്ട് വരുന്നു. സിയത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ടു ബി ഫോംസ് ആണ്, എസ്രയുടെ ഫോമാണ് സിയത്തെ എന്നത്. റിലസാരെ എന്ന വെർബിൽ നിന്നാണ് റിലസാത്തി എന്ന വേർഡ് വരുന്നത്. റിലസാത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു V3 ഫോമാണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. അതിനുശേഷം ദോപ്പോ ലവോറോ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്രിപ്പോസിഷണൽ ഫ്രേസ് ആണ്, നമ്മൾ കണ്ടു കഴിഞ്ഞ കാര്യമാണ്. ദോപ്പോ ലവോറോ പ്രിപ്പോസിഷണൽ ഫ്രേസ്. നെക്സ്റ്റ് വൺ സിസോനോ ഗോർദാത്തി അല്ലോ സ്പേക്കോ, അല്ലാന്നുണ്ടെങ്കിൽ സിസോനോ ഗോർദാത്തെ അല്ലോ സ്പേക്കോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കണ്ണാടിയിൽ നോക്കി. സ്പേക്കോ എന്ന വാക്കിൻ്റെ അർത്ഥം കണ്ണാടി എന്നാണ്. അപ്പോൾ അവർ കണ്ണാടിയിൽ നോക്കി. സിസോനോ, സി എന്നത് റിഫ്ലെക്സീവ് പ്രൊനൗൺ ആണ്. സോനോ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ടു ബി ഫോമാണ്, വെർബ് എസ്രയുടെ ഫോമാണ്. അതുപോലെ തന്നെ ഗോർദാരെ എന്ന വെർബിൽ നിന്നാണ് ഗോർദാത്തി എന്ന വേർഡ് വരുന്നത്. അത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. അല്ലോ സ്പേക്കോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിപ്പോസിഷണൽ ഫ്രേസ് ആണത്. അപ്പോൾ അവർ കണ്ണാടിയിൽ നോക്കി എന്ന് പറയാനാണ് ഈ സെൻറ്റൻസ് ഉപയോഗിക്കുന്നത്. സിസോനോ ഗോർദാത്തി, അതായത് മെയിൽ ആണെങ്കിൽ ഗോർദാത്തി എന്ന് പറയും, ഫീമെയിൽ ആണെങ്കിൽ സിസോനോ ഗോർദാത്തെ അല്ലോ സ്പേക്കോ, ഇങ്ങനെയാണ് പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് ന്യൂ വേർഡ്സ് പഠിക്കാം. ഫസ്റ്റ് വൺ ലവാത്തോ, വെർബ് ലവാരെ എന്നതാണ്. ലവാത്തോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാഷ്ഡ്. വെസ്റ്റീത്തോ, വെസ്റ്റീരെ എന്ന വെർബാണ്. വെസ്റ്റീത്തോ ടു ഗെറ്റ് ഡ്രസ്ഡ്, വസ്ത്രം ധരിച്ചു. ദിവർത്തീരെ എന്നതാണ് വെർബ്. ദിവർത്തീറ്റി എൻജോയ്ഡ്. ഗോർദാരെ ഗോർദാത്തി ലുക്ക്ഡ്. സ്പേക്യോ മിറർ. ഫെസ്റ്റ ഫീസ്റ്റ്, ഇൻ ദിസ് കേസ് പാർട്ടി എന്ന് പറയാം. റിലസാത്തി, റിലസാരെ എന്നതാണ് വെർബ്. റിലാക്സ്ഡ്. റിഫ്ലെക്സീവ് പ്രൊനൗൺ എന്ന് പറയുമ്പോൾ വളരെ ടഫായിട്ട് തോന്നും, പക്ഷെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്കത് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഒത്തിരി പ്രാവശ്യം ക്ലാസ് കേട്ടാൽ മതി. അങ്ങനെ ഈ സെൻറ്റൻസുകളുടെ അർത്ഥം മനസ്സിലാക്കി, അതായത് റിഫ്ലെക്സീവ് പ്രൊനൗൺ ഏതാണ്, പ്രിപ്പോസിഷൻ ഏതാണ്, അല്ലെന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ വെർബ് എസ്രയുടെ ഫോംസ് ഏതാണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ക്ലിയർ ആയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് സെൻറ്റൻസസ് മേക്ക് ചെയ്യാൻ സാധിക്കും. ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ്. മേ ഗോഡ് ബ്ലെസ് യു. ഗ്രാറ്റ്സേ.